ഹായ്, എല്ലാവർക്കും റിയാസ് ഹോം ആൻഡ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ നല്ല നാടൻ ചക്ക വറുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതുപോലെയാണോ നിങ്ങൾ ചക്ക വറുക്കാറ്? അതിന് വേണ്ടിയിട്ട് നമ്മുടെ മെയിൻ പ്രോസസ്സിങ് എന്ന് പറയാം ചക്ക വെട്ടി ക്ലീൻ ആക്കലാണ്. ചക്ക വെട്ടലും ക്ലീൻ ആക്കലൊക്കെ ഒത്തിരി മടിയാണ് എനിക്ക് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ പറമ്പിലുണ്ടായ ചക്കയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിങ്ങിന് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ള അത്യാവശ്യം പണിയുണ്ടായിരുന്നു. ഒരു ചെറിയ ചക്ക ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചക്ക വറുത്തത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഇത് ഉണ്ടാക്കാനുള്ളൊരു ഇതാണ്, എപ്പോഴും മടിയാണ് ഈ ചക്ക ചുളപ്പറിക്കലും അത് സ്ലൈസ് ചെയ്യലും. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനം ഈ സ്ലൈസിങ് ആണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ട് കളറായിരിക്കും ചക്ക വറുക്കുമ്പോൾ നമുക്കുണ്ടാവുക. ഒരു സൈഡ് കരിഞ്ഞുണ്ടാവും, ഒരു സൈഡ് വെന്തുണ്ടാവില്ല, അങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഈ സ്ലൈസിങ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത്രയും തിന്നായിട്ട് ഒരേ ലെവലിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഭംഗി മാത്രമല്ല, നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റായിട്ട് ചക്ക വറുത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചക്ക നല്ല മൂത്ത ചക്കയുടെ, മൂത്ത ചക്ക മീൻസ് എന്താ പറയുക, ഈ ചക്കയുടെ ഒരു വറുക്കുന്ന ഭാഗം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്നാലും തിന്നായിട്ട് അരിഞ്ഞെടുത്ത് വറുത്തപ്പോൾ പ്രശ്നമൊന്നുമില്ലാതെ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ എണ്ണ നോർമലി വെക്കുന്ന പോലെ ഹൈ ഫ്ലെയിമിലിടാം. ഇതൊരു നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടായി നിൽക്കുന്ന സമയത്ത് ചക്ക ഇട്ട് കഴിഞ്ഞാൽ ഇട്ട വഴിക്ക് തന്നെ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ടൈം എടുത്ത് വറുത്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ചക്ക ഒരേ ലെവലിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ടച്ച് ചെയ്യുക, ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇത്രയും നാളത്തെ സപ്പോർട്ടാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. ഇനി നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചക്ക വറുത്തത് കണ്ട സൂപ്പറായിട്ടില്ലേ? ഇപ്പോൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ചക്ക വറുത്തത് ഇങ്ങനെ 2 കളറിലാണ് കിട്ടാറ്. അപ്പോൾ ഈ ചക്ക വറുത്തത് നോക്കൂ, എല്ലാവിടെയും ഒരുപോലെയാണ് കേട്ടോ, ഒരു കറുത്ത കളറ് ഒന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ടൈം എടുത്ത് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ചക്ക വറുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും എപ്പോഴും എനിക്കുണ്ടാവണം. അപ്പം ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ഇടാറ് കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഉപ്പിടാണ്ട് കഴിച്ചോട്ടെ. അപ്പോൾ ഇത് ഉപ്പിട്ടിട്ട് നമ്മൾ ചക്ക വറുത്തത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ചക്ക വറുത്തതും കട്ടൻ ചായയും കഴിക്കാം ഇന്ന്. ഓക്കേ, ബൈ ബൈ.